അതെ. അത്താണിക്കടുത്തുള്ള കുന്നുകര മാഞ്ഞാലി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നവർ. അതെ. ഒരു മനോഹരമായ ഒരു ഗ്രാമമാണല്ലോ ഇത്. ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്ഥലമാണ്. അവർ പിതാവിന് എന്ത് ജോലിയായിരുന്നു? ഒരു കർഷകനാണ്. കർഷകനാണ്. ഒരു കർഷക കുടുംബത്തിലാണ് ജനിക്കുന്നത്. എത്രാമത്തെ മകനായിരുന്നു? രണ്ടാമത്തെ മകൻ. ഈ ഒരു മേഖലയിലെ കോമ്പറ്റീഷനെ കുറിച്ചൊന്ന് വിശദീകരിക്കും. കാരണം ഇസ് ഇറ്റ് ഹെൽത്തി ഓർ അൺഹെൽത്തി? കോമ്പറ്റീഷൻ ഹെൽത്തിയും അൺഹെൽത്തി ആയിട്ട് എല്ലാ മാർക്കറ്റിലും ഉള്ളത് തന്നെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട്. ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളും ഒത്തിരി ഉണ്ട്. അതിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്നുള്ളത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നമ്പർ ഓഫ് പ്രോജക്ട്സോ അല്ലെങ്കിൽ വോളിയം ഓഫ് ബിസിനസ്സോ അല്ല ഞങ്ങളുടെ സ്ട്രാറ്റജി. ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ്. അത് നമ്മൾ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫാക്ടറി എനിക്ക് ഫുള്ളായിട്ട് ഏത് സമയത്തും ഓടിക്കാൻ പറ്റുന്നതും അതിനകത്ത് യാതൊരു കുറവുമില്ലാതെ എൻ്റെ എല്ലാ ടൈമും 365 ഡേയ്സും 24/7 എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് കമ്പനി ഓടിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റീൽ കൺസ്ട്രക്ഷൻ രംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റോ മെറ്റീരിയൽസ്. അത് ഇവിടെ നിന്നാണോ നമുക്ക് അവൈലബിൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക്? നമ്മൾ ഇമ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ നേഷൻ ചെയ്യുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ഇന്ത്യ, ചൈന തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. എങ്കിൽ പോലും മൾട്ടിപ്പിൾ കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അത് ദുബായിൽ തന്നെ ഉണ്ടാവില്ലേ അവൈലബിലിറ്റി? ഒന്ന് അവൈലബിലിറ്റി, രണ്ട് പ്രൈസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി ടൈമും പ്രൈസും. അതിനെ നോക്കിയിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വിലയിരുത്തുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അവൈലബിലിറ്റിയും മാർക്കറ്റിൻ്റെ ഡെലിവറിയും ഞങ്ങളുടെ കമ്മിറ്റഡ് ടൈമും ഇത് മൂന്നും കൂടി മാച്ച് ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും അതെടുക്കും. അതനുസരിച്ച് ഞങ്ങളിവിടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എംപ്ലോയീസാണ്. ഇവിടെ ശരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ നിസ്വാർത്ഥമായ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ എംപ്ലോയർ റിലേഷൻഷിപ്പ് എത്രത്തോളം? താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. അതിൽ ഈ കമ്പനി വളരെ ഭാഗ്യം ചെന്ന ഒരു കമ്പനിയാണെന്ന് തന്നെ പറയണം. ഇവിടുത്തെ ഏതൊരു എംപ്ലോയിക്കും വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ കമ്പനിയോട് അറ്റാച്ച് ചെയ്ത് നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരതിനകത്ത് ഹാപ്പിയാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാ എംപ്ലോയീസും തന്നെ ഏതാനും ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ അല്ല എക്സ്പീരിയൻസ്. അവർ നമ്മുടെ കമ്പനിയിൽ തന്നെ ഏതാണ്ട് 6 വർഷം തുടങ്ങി 12 വർഷം വരെ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒത്തിരി സ്റ്റാഫുണ്ട്. അവരുടെ നിസ്വാർത്ഥമായ സ്നേഹവും അവരുടെ തന്നെ കഴിവുമാണ് ഈ കമ്പനി ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? പിറവം മണീഡ് എന്ന് പറയുന്ന സ്ഥലം. മണീഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. വൈഫിൻ്റെ പേര് സുനിത. 2 കുട്ടികൾ. മൂത്തയാള് വൈഷ്ണവി, ഇപ്പോൾ ബികോമിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് വിശാഖ്, ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലും. ഒരു സന്തോഷമായ ഒരു കുടുംബമായ ഒരു സപ്പോർട്ട്, കുടുംബത്തിൻ്റെ ജീവിതവും ആ സപ്പോർട്ടും തന്നെ ആണ് നമ്മളെ വിജയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഏതൊരു ബിസിനസ് സംരംഭകനായാലും അദ്ദേഹത്തിൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബിസിനസ് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അത് ചെറിയ തോതിലല്ല, അത് വലിയ തോതിലാണ്. കാരണം ഞങ്ങൾ കമ്പനി തുടങ്ങുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കമ്പനി ആയതിൻ്റെ പേരിൽ എൻ്റെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് തുടങ്ങി ലേറ്റ് നൈറ്റ് വരെയാണ്. ഈ സമയങ്ങളെല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്, എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട്. ഈ തുടക്കകാലങ്ങളിൽ പറയുമ്പോൾ വൈഫ് അനുഭവിച്ച സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രഷറാണ് എൻ്റെ വൈഫ് അനുഭവിച്ചിട്ടുള്ളത്. ആ പ്രഷറെല്ലാം എൻ്റെ വൈഫ് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനം തന്നതും മുന്നോട്ട് പോകാനുള്ള എല്ലാ ഊർജ്ജം തന്നതും എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ മക്കളും അത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതിനും അവരുടെ സപ്പോർട്ട് ചെറുതല്ല.
അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു ആ തുടക്ക കാലഘട്ടം നമ്മുടെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ഈ കമ്പനിയിലായിരുന്നു എന്നുള്ളതാണ്. ആ സമയം വീട്ടുകാരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷെ അവരുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഊണും ഉറക്കവും ബിസിനസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഞാൻ ഈ ബിസിനസ്സിൽ തന്നെ കിടന്ന് നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈഫ് അനുഭവിച്ച അല്ലെങ്കിൽ കുടുംബം അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷമാണ് നമുക്ക് സ്റ്റാഫ് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതും അവരത് ലീഡ് ചെയ്യുന്നതും. ഇന്ന് അവരാണ് ലീഡ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ലീഡ് മാൻ മാത്രമാണ്. ആ രീതിയിൽ കൂടെ ഞാൻ മാറിയത് അവരുടെ എഫർട്ട് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അവരുടെ എഫർട്ടും എൻ്റെ ഫാമിലിയുടെ എഫർട്ടും എനിക്ക് രണ്ടായിട്ട് കാണാൻ പറ്റില്ല, ഒന്നായിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ താങ്കൾ ഇവിടെ റൈറ്റും ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള 2 പേരുണ്ട്. തീർച്ചയായും ഞാൻ ഏതൊരു സിറ്റുവേഷനിലും എനിക്ക് പറയാൻ മടിയില്ലാത്ത ഒരു 3 പേരുണ്ട്. എനിക്ക് എൻ്റെ ഓപ്പറേഷൻ മാനേജറായ അജിത്ത്, ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന രാംദാസ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡെസിഗ്നേഷൻ പറയുന്നതിൽ അർത്ഥമില്ലാത്ത പൊൻരാജ്. ഇവർ 3 പേരും തന്നെയാണ് ഞങ്ങളുടെ ഈ കമ്പനിയുടെ ഇതിനകത്തുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ പറയും. അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. തീർച്ചയായും അത് അവരോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പങ്കും കൂടി ചേരുമ്പോഴാണ് വിജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അവരാണ് ലീഡ് ചെയ്യുന്ന, ടീമിനെ ലീഡ് ചെയ്യുന്ന, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യും, ഓരോ ഏരിയ അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് ഫ്യൂല് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അവർ തന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തോളും, ഡ്രൈവ് ചെയ്തോളും, സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്തോളും. ഇതെല്ലാം അവർ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമേ എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് യാതൊരു മടിയും കൂടാതെ പറയാൻ പറ്റും. ഇന്ന് വിസ്നൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ട്രാക്കിലായി കഴിഞ്ഞു. ഇനി അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ആ ട്രാക്കിൽ എത്തുന്നവരെയുള്ള ഒരു എഫേർട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. തീർച്ചയായും എനിക്ക് ട്രാക്കിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവരെ ഏൽപ്പിച്ചു. ഇന്ന് അവരത് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും സ്വാധീനിച്ചിട്ടുള്ളത്? ഞാനിവിടെ വരുന്നത് തന്നെ, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആ കസ്റ്റമർ ഇവിടെ ഞാൻ ജോലി അന്വേഷിച്ച് വരികയായിരുന്നില്ല, ശരിക്കും ഞാൻ ജോലി ആയിട്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. ആ കസ്റ്റമറുടെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ ജോലി ചെയ്യാനായിട്ട് വരുന്നത്. അവിടെ ഏകദേശം 5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഫീൽഡിലേക്ക്, ഞാനത് മറ്റൊരു ഫീൽഡായിരുന്നു, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയിരുന്നു. ഈ ഫീൽഡിലേക്ക്, ഈ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അത് വന്നതിന് ശേഷം അതൊരു എക്സ്പീരിയൻസ് ആയത്. ആ കടന്നു വരുന്നതിനും ഒരു കാരണം മറ്റൊരു കസ്റ്റമറാണ്. അദ്ദേഹമാണ് എന്നെ ഈ എൻജിനീയറിംഗ് ഫീൽഡിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓപ്പറേഷൻ മാനേജറായിട്ട് കൊണ്ടുവന്നത്. അതിൽ നിന്നാണ് ഈ എൻജിനീയറിംഗ് മേഖല എന്താണെന്നും അത് പഠിക്കാൻ പറ്റിയതും അതിനൊരു അവസരം കിട്ടിയതും അതിനെ ഞാനത് പഠിച്ചെടുക്കുകയും പിന്നീട് ഒരു സ്ഥാപനം, എൻജിനീയറിംഗ് ഫേം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്, ഫാബ്രിക്കേഷൻ ഫേം. അതിന് എനിക്ക് അവസരം തരികയും ആ അവസരം നമ്മൾ ശരിക്കും ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ രാജ്യത്ത് കിട്ടിയിരുന്ന സ്നേഹവും അതിനുള്ള അവസരവും, ഈ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ തന്നെ. കാരണം ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ ബിസിനസ് ആവണമെന്ന് ആഗ്രഹിച്ചോ നടന്നൊരു വ്യക്തിയല്ല ഞാൻ. ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ രാജ്യമാണ് തുറന്നത്. ആ തുറന്നു നിന്ന അവസരം മുതലാക്കുന്നതിൽ ഞാൻ വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഈ രാജ്യത്തിന് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികളെന്ന് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. അവിടെ നിന്ന് അച്ഛനും അമ്മയും അന്ന് നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു കൾച്ചർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത് നമ്മുടെ പാരൻസാണ്. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളത്? നമുക്ക് അച്ഛനും അമ്മയും എന്താണ് സ്വാധീനിച്ചതെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു അസ്ഥാനത്താണെന്ന്. കാരണം അച്ഛൻ്റെ അമ്മയുടെയും സ്വാധീനമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവരുടെ ചെറുപ്പകാലം തുടങ്ങി നമ്മളെ വളർത്തി വലുതാക്കി എന്താണോ അത്യാവശ്യം വിദ്യാഭ്യാസം അതെല്ലാം തന്ന്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർഷക ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരു എൻ്റർപ്രണറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ അതിന് ഒരു പാരൻസിൻ്റെ സ്വാധീനം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിന് വിശദീകരിക്കാൻ വാക്കുകൾ ഉണ്ടാവില്ല. അത്രമാത്രമുണ്ട്. അതിൽ എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഒത്തിരി സപ്പോർട്ടും ആ സപ്പോർട്ടിനെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനും എനിക്കും പറ്റി, എൻ്റെ കുടുംബത്തിനും പറ്റി. ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ എല്ലാവരും അതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും തന്ന സപ്പോർട്ട്, അച്ഛനും അമ്മയും മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളും മറ്റ് കുടുംബ വ്യക്തികളും നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് ചെറുതല്ല. അവരുടെ പ്രാർത്ഥനയുമാണ് നമ്മൾ അവിടെ വരെ തീർച്ചയായും. അതുപോലെ തന്നെ താങ്കളുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും പോലെ തന്നെ അല്ല അതുപോലെ സ്വാധീനിച്ചതാണ് വൈഫിൻ്റെ അച്ഛനും അമ്മയും. തീർച്ചയായും അതൊരിക്കലും നമുക്കെടുത്ത് മാറ്റി പറയേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയും ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ വിവാഹം കഴിച്ച് ഏതാനും നാളുകൾക്ക് ശേഷമാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൽ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും വൈഫിൻ്റെ സഹോദരനും അവരുടെ ഫാമിലിയും എല്ലാം ഇതിനകത്ത് ഏറ്റവും സപ്പോർട്ട് ചെയ്യാവുന്നതിൻ്റെ അൾട്ടിമേറ്റ് സപ്പോർട്ട് തന്നിട്ടുള്ള ഫാമിലിയാണത്. ഇവരെല്ലാവരും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷനുകൾ, ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷനുകൾ എല്ലാം അവരും കണ്ടറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. അവർക്ക് എൻ്റെ ലൈൻ, ഞാൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി എൻജിനീയറിങ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതും വന്നതിന് ശേഷം ഞാൻ ഏത് ലെവലിലേക്ക് എന്നെ തന്നെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്തു ഉള്ളതും അവരുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അവരതിനകത്ത് സന്തോഷകരായിട്ടുമുണ്ട്. അതുപോലെ ഈ ഒരു ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ താങ്കൾ പറഞ്ഞു എനിക്കൊരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇതൊരു സ്വപ്നമേമില്ലായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായ ഒരു ബിസിനസ്സിൽ വന്ന് കയറി. പക്ഷെ ആ ബിസിനസ്സിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകണമെന്നും താങ്കൾ അത് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിനുണ്ടാകുന്ന അൾട്ടിമേറ്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട വന്നാൽ അത് ഫേസ് ചെയ്യാൻ നിങ്ങളെ തയ്യാറാക്കുക. അത് തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ഹഡിൽസും നിങ്ങൾക്ക് ഹഡിൽസ് ആയിരിക്കില്ല. കാരണം നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സിറ്റുവേഷൻ എന്തായിരിക്കും, ബാഡ് സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ തലമുറ അവരുടെ ഒരു ജീവിത വിജയം അവർക്ക് കൈവരിക്കാൻ ഇത്രയും നാളത്തെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വൈസ് ഉണ്ട്? ഒരു ബിസിനസ് അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ ബിസിനസ് എന്താണെന്ന് വ്യക്തമായി പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം അത് തുടങ്ങണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കുക. തീരുമാനം എടുത്തിട്ട് പഠിക്കുകയല്ല, പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എന്നിട്ട് മാത്രം ബിസിനസ് ചെയ്യുക. ഇത്രയും നാളത്തെ ജീവിതം വലിയൊരു യാത്രയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു? സന്തോഷം. ഏത് രീതികൾ നോക്കിയാലും സന്തോഷവും അതിലേറെ സാറ്റിസ്ഫാക്ഷനും. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും. അത് ഏത് കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും ഉണ്ടാവും. അതിനെയൊക്കെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു മനക്കരുത്ത്, ആ ഒരു നേട്ടം തന്നെയാണോ താങ്കളെ ഇതുവരെ കൊണ്ടെത്തിച്ചത്? ഏതൊരു കാര്യത്തിലും ഉള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. സന്തോഷം നൈമിഷികമാണ്. ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഇന്ന് ഈ നിൽക്കുന്ന നിലയിലും ഞാൻ സാറ്റിസ്ഫൈഡാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം അത് എന്നും നിലനിൽക്കും. സന്തോഷം ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അത് നഷ്ടപ്പെടും. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ നിലനിൽക്കും. ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഫ്യൂച്ചർ പ്ലാൻസ്? കമ്പനി തന്നെ ഒത്തിരി ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഐ ആം സിറ്റിംഗ് ഇൻ എ കോർണർ ഓഫ് എ ബിഗ് ഓഷ്യൻ എന്നുള്ളതാണ്. ഈ ഓഷ്യനിലെ ഒരു വലിയ ഭാവമെങ്കിലും പിടിച്ചെടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇതുവരെയുള്ള യാത്ര സഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഫലമായ യാത്രയിൽ സഫലമായ കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്.
ഞാൻ സഫലമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചതിൽ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.